ഒരു പ്രത്യേക മണമൊക്കെ ആട്ടോ വരെ ഈ ഒരു സമയത്ത്. നല്ല ടേസ്റ്റുമാണ്. കണ്ടോ, നോക്കിയേ ബീഫ് കണ്ടോ, ഇതേപോലെ നോക്കിയാൽ നല്ല ഒലർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ സ്മിത. അപ്പം നമ്മുടെ പാചകത്തിലേക്ക് പോയാലോ? ആയോട്ടാ. ഇന്ന് ഞാനുണ്ടല്ലോ ബീഫ് റോസ്റ്റ് കേട്ടോ, നല്ല ഡ്രൈ ആയിരിക്കുന്ന റോസ്റ്റാണ് വയ്ക്കുന്നത്. അപ്പോൾ നമ്മുടെ യൂണിക് ഫാമിലിയിലെ നമ്മൾ ഈ ഒരു പാചകം, അതായത് ഡേ മൈ ലൈഫ് പോലെ നമ്മൾ ചെയ്തപ്പോൾ എല്ലാവരും ആവശ്യപ്പെട്ടതായിരുന്നു ബീഫ് റോസ്റ്റ് ചെയ്തൊന്ന് കാണിക്കുന്നുള്ളത്. അപ്പോൾ നമ്മൾ യൂണിക് ഫാമിലി 2.0 കേട്ടോ ആ വിശേഷങ്ങളൊക്കെ കാണിക്കുന്നത്. അപ്പോൾ ഞാനിതാ 2 കിലോ ബീഫാട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. നന്നായി കഴുകി വെള്ളമൊക്കെ വാറ്റിയെടുത്തിട്ടുള്ളൊരു ബീഫാണിത്. അപ്പോൾ നമുക്കത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്കുണ്ടല്ലോ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നല്ലോണം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി തന്നെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കറിവേപ്പിലയാണ് കേട്ടോ. കറിവേപ്പില ഇപ്പോൾ ഞാനൊരു 5-6 കതിര് കറിവേപ്പില തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കിതിൽ ആവശ്യത്തിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പം ഞാനിതാ ഒരു ഉദ്ദേശം വെച്ച് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈകൊണ്ട് നന്നായിട്ട് വേപ്പിലയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ നമ്മുടെ ബീഫിൻ്റെ എല്ലായിടത്തേക്കും ആവേണ്ട രീതിയിൽ നന്നായിട്ട് കൈകൊണ്ട് ഇങ്ങനെ അമർത്തി കൊടുക്കുക കേട്ടോ. അമർത്തി തിരുമ്പി കൊടുക്കുക. നമ്മുടെ ഈ എന്താ പറയുക, ഇതിൽ തന്നെ എന്താ പറയുക, ബീഫുമ്മിക്ക് മഞ്ഞൾപ്പൊടിയൊക്കെ അതേപോലെ സെറ്റാവണം. അതിനാണ് കൈകൊണ്ട് നന്നായിട്ട് അമർത്തിയിട്ട് തന്നെ നമ്മൾ ചെയ്യാൻ പറയുന്നത് കേട്ടോ. ഇപ്പോൾ നോക്കി നമ്മൾ എല്ലായിടത്തേക്കും മഞ്ഞളും വേപ്പലയും ഒക്കെ ആവേണ്ട പോലെ തന്നെ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മൂടി വയ്ക്കാം. പിന്നെ നമ്മൾ ഇതിൽ നിന്ന് വേണ്ടിയിട്ടുണ്ടെങ്കിൽ ഒരു തുള്ളി വെള്ളം ഒഴിക്കില്ല. ഇപ്പോൾ നമ്മൾ നന്നായി വെള്ളം മാറ്റിയെടുത്ത് നോക്കുന്നതാണെങ്കിലും കൂടിയിട്ട് ബീഫിൽ തന്നെ വെള്ളം വരും. തീരെ വെള്ളം ഒഴിക്കുക ഒന്നും വേണ്ട കേട്ടോ. അപ്പോൾ നമുക്കിത് മൂടി വയ്ക്കാം. തീ കത്തിച്ച് നമ്മൾ കുക്കർ അടപ്പത്ത് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബീഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഫുൾ തീയിൽ 1 വിസിൽ വന്നു കഴിഞ്ഞാൽ തീ കുറച്ച് വെച്ചിട്ട് 2 വിസിൽ അത്രയും മതി കേട്ടോ. എനിക്കിവിടെ ബീഫ് അങ്ങനെ വേവാറുണ്ട്. ചില ബീഫ് വ്യത്യാസമുണ്ട് വേവിന് വയ്ക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 4 വിസിലൊക്കെ എടുക്കണം കേട്ടോ. ഇപ്പോൾ എനിക്കിപ്പോൾ ഇത് മതി, 1 വിസിൽ, അത് മൊത്തം 3 വിസിൽ കേട്ടോ. അപ്പോൾ ഇരുന്ന് വേവട്ടെ. പിന്നെ നമ്മുടെ ബീഫിലേക്ക് നോക്കിയാൽ ഒരു നല്ല വലിപ്പമുള്ളതാണെങ്കിൽ 3 സവോള ഇതേപോലെ ചെറുതാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ നോക്കിയാൽ ഒരു തുടം വെളുത്തുള്ളി തോട് കളഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ അതേ ഇത്രയും പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത്രയും വലുപ്പത്തിൽ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ 3ഉം കൂടെ തന്നെ ഒരു 8 കതിര് കറിവേപ്പിലും കൂടിയിട്ട് നന്നായിട്ട് ചതച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കുക്കറിൽ അതായത് നമ്മൾ ബീഫ് ഇട്ടിട്ട് 3 വിസിലൊക്കെ വന്നു. അപ്പോൾ ഞാനിതാ നമ്മുടെ കുക്കറും കൂടെ ഇറക്കി വയ്ക്കുകയാണ് കേട്ടോ. ഇനി നമുക്കുണ്ടല്ലോ ഇതാ തീ കത്തിച്ച് നമുക്കിതൊരു ഉരുളി അടപ്പത്ത് കയറ്റിയിട്ടുണ്ട്. ഈ ഉരുളി ഉണ്ടല്ലോ ഒന്ന് ചൂടാവട്ടെ കേട്ടോ. അപ്പം നമ്മുടെ ഈ കുക്കറിലത്തെ എയർ പോയി കഴിഞ്ഞിട്ടില്ല. നമുക്കിതിൽ മസാലയൊക്കെ റെഡിയാക്കി വരുമ്പോൾ ഇതിലത്തെ എയറൊക്കെ ഒന്ന് പോയി കഴിയും കേട്ടോ. ഉരുളി ഇതാ ചൂടായി വന്നു. അതിലേക്ക് നമുക്കിതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ബീഫ് റോസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഉണ്ടാവണം. പിന്നെ നമ്മുടെ ഈ വെളിച്ചെണ്ണയിൽ വന്നിട്ടുള്ള കരട് കേട്ടോ, അതെന്നിട്ടാണെന്നറിയോ, ഞാൻ വെളിച്ചെണ്ണ കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കുരുമുളക് ചതച്ചിടും. അപ്പോൾ അതിലത്തെ 2 എണ്ണം പെട്ടിട്ടുള്ളത് കേട്ടോ, ആ 2 കറുപ്പ് കളർ കാണുന്നത്. അപ്പം വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. ഒപ്പം തന്നെ നമ്മുടെ ഇതിലത്തേതാ എയറൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. നോക്കിയാൽ നമ്മുടെ ബീഫ് ഇതാ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതാ ഒരു കഷ്ണം ഇങ്ങനെ കൈ കൊണ്ട് എടുത്തിട്ട്, നല്ല ചൂടുണ്ട്, കൈ കൊണ്ട് എടുത്തിട്ട് നമ്മളിങ്ങനെ പൊട്ടിച്ച് നോക്കുക. അപ്പോൾ അത് പൊട്ടി വരുന്നുണ്ടെങ്കിൽ അതാണ് കേട്ടോ വേവ്. നന്നായി വെന്തും പോകാൻ പാടില്ല. കാരണം നമുക്ക് റോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഉരുളിയിലിട്ടിട്ട് ഒന്നും കൂടി നന്നായിട്ട് ആക്കിയെടുക്കുമ്പോൾ ഓവറായിട്ട് വേവാനും പാടില്ല. നല്ല ചൂടുള്ള കാരണം അവിടെ ഞാൻ ചൂടാറെ ഇട്ട് വയ്ക്കട്ടെ, എന്നിട്ട് ഞാൻ കാട്ടിത്തരാം. ഇതാ ഈ ഒരു കഷ്ണം ഞാൻ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ വേണ്ട ഇങ്ങനെ പൊട്ടി വരുന്നു. ഇതാണ് കേട്ടോ വേവ്. വെളിച്ചെണ്ണ ചൂടായി വന്നു. അതിലേക്ക് നോക്കിയാൽ നമ്മൾ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. കണ്ടോ, പെരിഞ്ജീരകം പൊട്ടി തുടങ്ങി. കൂടെ തന്നെ നമ്മൾ അതിലേക്ക് അരിഞ്ഞു വെച്ച് നമ്മുടെ സവോള ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കാം.
സബോള നമുക്ക് നല്ലൊരു ഗോൾഡൻ കളർ ആവണ വരെ തന്നെ ആക്കിയെടുക്കണം കേട്ടോ. പെരുംജീരകം പൊട്ടി വരുമ്പോൾ തന്നെ നല്ലൊരു മണം കേട്ടോ. ആ ഒരു മണമൊക്കെ നമ്മുടെ ഈ ബീഫിലേക്ക് കിട്ടും. നമ്മൾ സബോളയൊക്കെ ഇട്ടിട്ട് നോക്കിയേ ഇതേപോലെ നോക്കിയ ഒരു കളർ വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കുണ്ടല്ലോ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി വേപ്പിലും കൂടി ഞാൻ ചതച്ചെടുക്കാൻ വേണ്ടിയിരുന്നില്ലേ നോക്കിയാൽ ഇതേപോലെയായിട്ട് നമ്മൾ നന്നായിട്ട് പൊടിച്ചോണാണ് എടുത്ത് നോക്കണത്. ഇതും കൂടിയിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ചക്കുത്ത് പോണ വരെ ആക്കിയെടുക്കാം കേട്ടോ. നോക്കിയേ നമ്മൾ ഇഞ്ചിയും അതേപോലെ തന്നെ വെളുത്തുള്ളി വേപ്പിലേക്ക് ഇട്ടിട്ട് അതിൻ്റെതായ ഒരു പച്ച കൊത്ത് പോയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കണേ. അപ്പോൾ ഈ സമയത്ത് നമ്മളിതാ തീ ഒന്ന് കുറച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ പൊടികളിടുന്ന സമയത്ത്. അപ്പോൾ നോക്കിയാൽ നമ്മളിതാ നന്നായിട്ട് കണ്ടോ 1 2 3 നന്നായിട്ട് 3 ടീസ്പൂൺ മുളക് പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. എരിവൊക്കെ കുറവുള്ളവർ അതനുസരിച്ച് കുറവെടുക്കാം കേട്ടോ. ഇനി ഒപ്പം തന്നെ അതിലേക്ക് നമ്മളിതാ മല്ലിപ്പൊടി ഇതിൽ കുറവെടുക്കുള്ളൂ കേട്ടോ. അതെ, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി നമ്മൾ എടുത്തിട്ടുള്ളൂ. കാരണം നമ്മൾ ഫ്രൈ ആയിട്ട് എടുക്കണ കാരണമാണ് മല്ലിപ്പൊടി കുറവെടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടി ഞാനിതാ 1/2 ടീസ്പൂൺ തികച്ചില്ല അത്രയും എടുത്തിട്ടുണ്ട്. പിന്നെ ഗരം മസാല കേട്ടോ, നമ്മൾ തന്നെ മസാല പൊടിക്കലോ ആ മസാലയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതും എന്താ 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൊടികളൊക്കെ ഒന്ന് മുളക് പൊടിയിലേക്ക് അത് കുത്തു പോണ വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ പൊടികളൊക്കെ ഇട്ടിട്ട് നോക്കിയേ അതിൽ പച്ചക്കുത്തൊക്കെ പോയിട്ടുണ്ട്. ഇതേപോലെ ഒരു നല്ലൊരു കളറായി വരും കേട്ടോ പച്ചക്കുത്തൊക്കെ പോയി കഴിയുമ്പോൾ. ഇനി നമുക്കതിലേക്ക് നമ്മുടെ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ഈ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റി വരണം കേട്ടോ. അപ്പം ഞാൻ നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി കൊടുത്ത് മൂടി വയ്ക്കാം. മൂടി വെച്ച് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് തുറന്ന് വെച്ച് വെള്ളം വറ്റിക്കും ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ നന്നായി ഇളക്കി കൊടുത്തിട്ട് മൂടി വയ്ക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഈ മസാലയ്ക്ക് നമ്മുടെ ഈ ഇറച്ചിമീക്ക് നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇളക്കി കൊടുത്തിട്ട് മൂടി വയ്ക്കാമെന്ന് പറയുന്നത് കേട്ടോ. ഇതേപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് നമുക്ക് കയ്യിലുകൊണ്ട് ഇങ്ങനെ ഈ ചാറിലേക്കൊക്കെ നമ്മുടെ കഷ്ണമൊക്കെ ഒന്ന് അമർത്തി കൊടുക്കാം ഉണ്ടോ. ഇനി നമുക്കുണ്ടല്ലോ ഒന്ന് മൂടി വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. മസാലയ്ക്ക് നന്നായിട്ട് ബീഫ് മിക്ക് പിടിക്കട്ടെ. നന്നായി തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി മൂടി തുറന്ന് ഇനി വേവിക്കാം കേട്ടോ. അതായത് മൂടി തുറന്ന് വേവിക്കലല്ല, നമുക്ക് മൂടി തുറന്ന് വയ്ക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇനി ഈ ചാറൊക്കെ വറ്റി വരണം. അപ്പോൾ തുറന്ന് വയ്ക്കാം. ഇപ്പോൾ ചാറ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ എടുക്കാം കേട്ടോ. പക്ഷെ അതിൽ നമ്മുടെ മല്ലിയൊക്കെ ഇത്തിരി കൂട്ടിയൊക്കെ ഉണ്ട് വരുന്നത് മാത്രം. അപ്പോൾ നോക്കിയേ ചാറൊക്കെ വറ്റിയതാ ഇതേപോലെ ആയിട്ടുള്ളൂ. ഇത് പോരാ, ഇനി കുറച്ചും കൂടി ആവണം കേട്ടോ. പക്ഷേ ഈ രൂപത്തിൽ, അതായത് ഈ കുഴമ്പ് രൂപത്തിൽ എടുക്കണമെങ്കിൽ ഇങ്ങനെ എടുത്തിട്ടായാലും നമുക്ക് കഴിക്കാം കേട്ടോ. പക്ഷെ നമ്മൾ ഫ്രൈ ആക്കി എടുക്കുന്ന കാരണമാണ് നമ്മളിത് നന്നായിട്ട് ഒന്നും കൂടി എന്താ പറയുക ഇളക്കി കൊടുത്ത് കൊണ്ടേയിരിക്കുക. അപ്പോൾ നല്ല ഫ്രൈ ആയിട്ട് കിട്ടും നമുക്ക്. ഇനി കുറച്ചും കൂടി നേരം ഇതേപോലെ തന്നെ എടുക്കണം.
പക്ഷെ നമ്മളുണ്ടല്ലോ ഈ വെള്ളം വറ്റി കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ, അല്ലെങ്കിൽ പിന്നെ അടിയെ പിടിക്കും. നോക്കി നമ്മുടെ ബീഫ് ഇത്രയും വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഇത്രയും പോരാ, ഇനിയും ആവണം കേട്ടോ. ഫ്രൈ ആക്കി എടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നമ്മളിതാക്കി അതിൻ്റെ രീതിയിലൊന്ന് ആയി വരണമെങ്കിൽ. പിന്നെ നമ്മളെ ഉപ്പൊക്കെ കുറവാണെങ്കിൽ ഈ സമയത്തൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാട്ടോ, ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ നമ്മൾ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക, പിന്നെ ഒന്ന് ഇളക്കാതിരിക്കുക, പിന്നെ അവിടുന്ന് അപ്പം തന്നെ വീണ്ടും ഇളക്കി കൊടുക്കുക. അങ്ങനെ ചെയ്യണം കേട്ടോ. ഇളക്കിക്കൊണ്ടിരിക്കണ്ട. ഒരു സെക്കൻഡ് ഇപ്പം ഞാനിങ്ങനെ ഇട്ടില്ലേ, അത് കഴിയുമ്പോൾ വീണ്ടും ഇളക്കുക. അങ്ങനെയാണ് കേട്ടോ വേണ്ടത്. നോക്കിയേ ബീഫ് കണ്ടോ, ഇതേപോലെ നോക്കിയാൽ നല്ല ഒലർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. കളറൊക്കെ കണ്ട. ഇതാണ് കേട്ടോ പാകം. ഇനി നമ്മൾ ഇതിൽ ലാസ്റ്റായിട്ട് ചെയ്യാൻ പോണത് എന്തിട്ടാണെങ്കിൽ ഇതാ മല്ലിയില, പുതിനയില, ഇതൊന്നും നിർബന്ധമില്ല. ഇഷ്ടമില്ലാത്തവർ ഇതൊന്നും ഇടണ്ട. ഈ ഒരു ടൈമിൽ ഇറക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇത്തിരി മല്ലിയില ഇടുന്നുണ്ട്. പിന്നെ അതിലിടുന്നത് ഇതാ പുതിനയില, ആ ഒരു അളവിൽ തന്നെയാണ് കേട്ടോ പുതിനയില ഇടുന്നത്. പിന്നെ നമ്മളതിലിടാൻ പോണത് കുറച്ച് മസാല. നമ്മൾ 1 ടീസ്പൂൺ മസാല മുന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം നോക്കി നമ്മളൊരു 1/2 ടീസ്പൂൺ തികച്ചില്ല, അത്രയും മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇട്ട് കൊടുക്കുന്നത് കുരുമുളക് പൊടി കേട്ടോ. അതും ഇതാ കുരുമുളക് പൊടിക്ക് പ്രാധാന്യമില്ല, പക്ഷെ എന്നാലും നമ്മളൊരു 1/4 ടീസ്പൂണിൻ്റെ അടുത്തേക്കായിട്ടോ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. ഒരു പ്രത്യേക മണമൊക്കെ ആട്ടോ വരെ ഈ ഒരു സമയത്ത്. നല്ല ടേസ്റ്റുമാണ് കണ്ടോ. നമുക്കിത് ഇളക്കുമ്പോൾ തന്നെ അറിയാം നമ്മുടെ ഈ ബീഫ് നോക്കിയാൽ നല്ല ഒലർന്നിരിക്കും, കേടാവാതൊക്കെ ഇരിക്കും കേട്ടോ. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബീഫ് ഇതാ റെഡി ആയിട്ടുണ്ട്. ബീഫ് റെഡിയായി. ഇനി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഷൈഡിന് വിളിക്കട്ടെ കേട്ടോ. ഒപ്പം കുറച്ച് പാത്രങ്ങളുണ്ട്, അതും കൂടി കൊണ്ടുപോകണം. നല്ല മണം വരുന്നില്ലേ? ഓ എന്താ രസം കാണാൻ ഭംഗി. നോക്കി കണ്ട, ഇങ്ങനെ വല്ലർന്ന് വീഴും കേട്ടാ. ചോറൊന്നും എടുത്തില്ല, ഇത് വെറുതെയും കഴിക്കാം ഇങ്ങനെ ടീസ്പൂൺ കൊണ്ട്. കാണാനുള്ള ഒരു ഭംഗിയാണ് നോക്കിയത്. ചേട്ടാ ചൂടുണ്ട് കേട്ടാ. കുഴപ്പമില്ല. അടിപൊളിയാ. പറഞ്ഞു ചൂടുണ്ടായിരുന്നു ചെറുതായിട്ട്, എന്നാലും കുഴപ്പമില്ല. ചൂടോടെ ഇത് അത്ര രുചിയാട്ടാ. അത്ര എല്ലാവരും നോക്കിയോളാം. അത്ര രസം എന്ന് പറഞ്ഞാൽ അത്ര രസം തന്നെയാണ്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പം എല്ലാവരും ഇത് ഉണ്ടാക്കിയോളാം. അപ്പം നിർത്തല്ലേ? അപ്പം അടുത്ത ദിവസം അടുത്ത വെടിയേറ്റിട്ടാ.